കഥയുടെ തുടക്കത്തിൽ ഒരു ക്ലാസ് റൂമാണ് കാണിക്കുന്നത്. ആ ക്ലാസ് റൂമിൽ തന്നെ നമ്മുടെ ഹീറോയിൻ ആയിട്ടുള്ള യൂലി ഉണ്ട്, അതുപോലെ അവളുടെ കൂട്ടുകാരിയുണ്ട്. സാറ് ക്ലാസ് എടുക്കുന്നുണ്ട്. പിന്നെ ആ ക്ലാസ്സിൽ തന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ഏലിയൻസിനെയൊക്കെ പറ്റി പഠിക്കാൻ ഇഷ്ടമുള്ള ഒരു പയ്യനുണ്ട്. അവന്റെ പേര് ഗൂഗിൾ എന്നാണ്. പിന്നെ സാറ് ക്ലാസ് എടുക്കുന്നത് ഏലിയൻസിനെ പറ്റിയാണ്. ഏലിയൻസ് ഭൂമിയിൽ വന്നാൽ ഒരുപാട് നല്ലതായിരിക്കും, ഏലിയൻസ് ഒരുപാട് ടെക്നോളജികൾ നമുക്ക് തരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ക്ലാസ് എടുക്കുന്നത്. ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം യൂലിയും കൂട്ടുകാരിയും കൂടെ പുറത്തോട്ടിറങ്ങി വരും. അപ്പോഴായിരിക്കും ഒരാൾ കാറിൽ അങ്ങോട്ട് വരിക. അത് മറ്റാരുമല്ല, യൂലിയുടെ ബോയ് ഫ്രണ്ടാണ്. അങ്ങനെ യൂലിയും ബോയ് ഫ്രണ്ടും കൂടെ കാർ എടുത്തിട്ട് അവിടെ നിന്ന് പോകും. നേരെ ചെല്ലുന്നത് യൂലിയുടെ വീട്ടിലാണ്. ബോയ് ഫ്രണ്ട് വരുന്നില്ല, യൂലി മാത്രം. യൂലി വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ യൂലിയുടെ അച്ഛൻ ഒരു പട്ടാളക്കാരനാണ്. പുള്ളിക്കാരൻ എന്തോ ഒരു അത്യാവശ്യമുണ്ട്, അതും ആർമിയിലാണ് അത്യാവശ്യം ഉള്ളത്. അതുകൊണ്ട് തന്നെ യൂലിയോട് ബായും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. ഇന്ന് യൂലിക്ക് കോൾ അടിച്ചല്ലോ, അച്ഛനില്ല, അതുകൊണ്ട് തന്നെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ കറങ്ങാനായിട്ട് പോവാം. ഒരുപാട് നേരം ബോയ് ഫ്രണ്ടിന്റെ കൂടെ ഇരിക്കാം. ആ ഒരു സന്തോഷത്തിൽ ബോയ് ഫ്രണ്ടിനെ വിളിച്ച് കാര്യം പറയും. അച്ഛനെ കാണിക്കുകയാണെങ്കിൽ അച്ഛൻ നേരെ ഒരു പട്ടാള ക്യാമ്പിലാണ് ചെല്ലുന്നത്. അവിടെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. അതായത് എന്തോ ഒരു പേടകം നമ്മുടെ ഭൂമിക്ക് നേരെ വരുന്നുണ്ട്. ആ പേടകം കൺട്രോൾ തെറ്റിയിട്ടാണ് വരുന്നത്. പക്ഷെ അത് എന്ത് പേടകമാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ യൂലിയുടെ അച്ഛൻ എല്ലാവരോടും തയ്യാറായിട്ടിരിക്കാൻ പറയും. ആ ഒരു പേടകത്തിന് നേരെ ഇവർ ഫൈറ്റർ ജെറ്റിനെ പറഞ്ഞു വിടുന്നുണ്ട്. അതെന്താണെന്ന് അറിയാനായിട്ടും ഇനിയിപ്പോ ഇവരെ ആക്രമിക്കോ അല്ലെങ്കിൽ ഭൂമിനെ നശിപ്പിക്കോ എന്നൊക്കെ അറിയാനായിട്ട്. ഇതേ നേരം യൂലിയും ബോയ് ഫ്രണ്ടും കൂടെ പുറത്തിറങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് കോമറ്റ് ഷവർ ഉണ്ട്. അത് കാണാനായിട്ടാണ് യൂലിയും ബോയ് ഫ്രണ്ടും കൂടെ വന്നിരിക്കുന്നത്. അവരവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരു പ്രാന്തനാണെങ്കിൽ കാർ ഓടിച്ച് അവിടെ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ തട്ടാനായിട്ട് പോകുന്നുണ്ട്. ആ കാർ കുറച്ചു നേരം അവിടെ കിടന്ന് കറങ്ങിയിട്ട് ഒരു സൈഡിൽ കൊണ്ടുവന്ന് ഒതുക്കുകയാണ്. എന്നാൽ യൂലിയുടെ ബോയ് ഫ്രണ്ട് ഇനി ഇത് കാണുമ്പോൾ ദേഷ്യം വരും. നേരെ ചെന്ന് കാറിന്റെ ഗ്ലാസ് അടിച്ച് പൊട്ടിക്കും. അതിൽ നിന്ന് ഒരുത്തം പ്രശ്നം ഉണ്ടാക്കാൻ പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ അവനെ അടിച്ച് ബോധം കെടുത്തി കളയാണ്. പിന്നെ ഈ ബോയ് ഫ്രണ്ടിന്റെ കൂടെ കുറച്ച് ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ ആ കാറിലിരുന്ന വേറൊരുത്തം പ്രശ്നം ഉണ്ടാക്കാൻ വരുമ്പോൾ അവൻ പേടിച്ചിട്ട് മാറിപ്പോകും. പിന്നീട് യൂലി, കൂട്ടുകാരി, അതുപോലെ തന്നെ ബോയ് ഫ്രണ്ട്, ഇവർ മൂന്നുപേരും കൂടെ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ പോയിരിക്കുകയാണ്. കോമറ്റ് ഷവർ കാണാനായിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. എന്നാൽ യൂലിക്കും ബോയ് ഫ്രണ്ടിനും അതിനോട് താല്പര്യമില്ല. പകരം അവർക്ക് സ്നേഹിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ കൂട്ടുകാരിയുടെ നിന്ന് ചാവിയും വാങ്ങിച്ചിട്ട് കൂട്ടുകാരിയുടെ റൂമിൽ വരികയാണ്. ആ ബിൽഡിങ്ങിൽ തൊട്ട് താഴെയുള്ള ഒരു റൂമിൽ അവിടെ വന്നിട്ട് രണ്ടുപേരും കൂടെ സ്നേഹിക്കാനായിട്ട് തുടങ്ങും. ഇതേ നേരം നേരത്തെ പോയ ഫൈറ്റർ ജെറ്റൊക്കെ ആ പേടകത്തിന്റെ അടുത്തോട്ട് എത്തിപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ആ പേടകം ഫൈറ്റർ ജെറ്റിനെ ആക്രമിക്കുന്നൊന്നുമില്ല. ആ പേടകത്തിന് ഒട്ടും കൺട്രോൾ ഇല്ല. എന്നാൽ ഒരു ഫൈറ്റർ ജെറ്റ് ആ പേടകത്തിന്റെ അടുത്തോട്ട് ചെന്നതും ആ ഫൈറ്റർ ജെറ്റിന് കൺട്രോൾ കിട്ടുന്നില്ല. എല്ലാ സിസ്റ്റംസും ഓഫായി പോവാണ്. അതുകൊണ്ട് തന്നെ പൈലറ്റ് ജീവൻ രക്ഷിക്കാനായിട്ട് ആ ഒരു പ്ലെയിനിൽ നിന്ന് ഇജക്ട് ആവുകയാണ്. അങ്ങനെ അയാൾ പാരച്യൂട്ട് വെച്ചാണ് രക്ഷപ്പെടുന്നത്. ഇതേ നേരം കൂട്ടുകാരിയാണെങ്കിൽ കോമറ്റ് ഷവർ കാണാനായിട്ട് ആ ബിൽഡിങ്ങിന്റെ മുകളിൽ അങ്ങനെ ഇരിപ്പുണ്ട്. എന്നാൽ അവൾ നോക്കുമ്പോൾ ദൂരന്നായിട്ട് ആ പേടകം അവളുടെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പേടകം വന്ന് അവളെയും തട്ടി ആ ഒരു ബിൽഡിങ്ങും തകർത്ത് അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ ബിൽഡിങ്ങിന്റെ തൊട്ട് താഴെ തന്നെ യൂലിയും ബോയ് ഫ്രണ്ട് സ്നേഹിക്കുമായിരുന്നല്ലോ. അവർ സ്നേഹിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ബിൽഡിങ്ങിന്റെ ടോപ്പ് എല്ലാം കൂടെ ഇളവിപ്പോയി. അതുമല്ല, ആ പേടകം തട്ടിയതിന്റെ ആഘാതത്തിൽ ഇവർ രണ്ടുപേരും കൂടെ ആ ബിൽഡിങ്ങിൽ നിന്ന് താഴോട്ട് വീഴാനായിട്ട് പോകുന്നുണ്ട്. ബോയ് ഫ്രണ്ടിന്റെ കയ്യിൽ തൂങ്ങിയാണ് യൂലി കിടക്കുന്നത്. അതുപോലെ ഈ പേടകം താഴെ വന്ന സമയത്ത് കുറെ അധികം ജനങ്ങളുടെ ഫോണൊന്നും വർക്ക് ആവുന്നില്ല. ഈ പേടകത്തിന്റെ അടുത്ത് ഡിവൈസ് ഒന്നും വർക്ക് ആവത്തില്ല. ഇപ്പൊ ഈ കൺട്രോൾ തെറ്റിയ പേടകമാണെങ്കിൽ ഒരു സ്ഥലത്ത് പോയി ഇടിച്ച് മറഞ്ഞു നിൽക്കും. ഒരുപാടധികം നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് ബിൽഡിങ്ങുകൾ തകർന്നു പോയിട്ടുണ്ട്. ആ ഒരു ഏരിയ തന്നെ നശിച്ചു. അങ്ങനെ കുറെ നേരം കഴിയുമ്പോൾ യൂലിനെ എടുത്തുകൊണ്ട് ബോയ് ഫ്രണ്ട് താഴോട്ട് വരുവാണ്. യൂലിക്ക് ബോധമില്ല. അവ വെപ്രാളപ്പെട്ട് ഏതോ ഒരു പോലീസുകാരൻ്റെ അടുത്ത് വന്നിട്ട് അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോവാണ്. ഇതേ നേരം തന്നെ യൂലിയുടെ അച്ഛനും പിന്നെ വേറെ കുറച്ച് ടീംസും ആണെങ്കിൽ ആ ഒരു പേടകത്തിന്റെ ചുറ്റും വളയുന്നുണ്ട്. അതും തോക്കൊക്കെ എടുത്തിട്ടാണ്. ഇനി വല്ല ഏലിയൻസും പുറത്തോട്ടിറങ്ങി വരുവാണെങ്കിൽ ആ ഏലിയൻസ് എവരെ ആക്രമിക്കുകയാണെങ്കിൽ തിരിച്ചാക്രമിക്കാനായിട്ട്. ഇപ്പൊ യൂലിയുടെ അച്ഛനും ഒരാളും കൂടെ ആ ഒരു പേടകത്തിന്റെ അടുത്തോട്ട് പതിയെ പതിയെ നടന്നു ചെല്ലും. അങ്ങോട്ട് നടന്നു ചെല്ലുമ്പോൾ ഒരു ഏലിയൻ ആണെങ്കിൽ പുറത്തോട്ടിറങ്ങി വരുന്നുണ്ട്. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഏലിയൻ. ആ ഏലിയൻ പുറത്തോട്ട് വന്നിട്ട് യൂലിയുടെ അച്ഛനോടും കൂടെ നിന്ന ആളോടും സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പറയുന്ന ഭാഷ മനസ്സിലാവുന്നില്ല. ഈ കൂടെ നിൽക്കുന്ന ആളും സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഏലിയനും മനുഷ്യനും ഭാഷ മനസ്സിലാവുന്നില്ല. എന്നാൽ പെട്ടെന്നായിരിക്കും യൂലിയുടെ അച്ഛന്റെ കൂടെ നിന്ന ആൾക്ക് വയ്യാതാവുന്നത്. ഇയാളുടെ നെഞ്ചിൽ പേസ് മേക്കർ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇലക്ട്രിക്കലി വർക്കാവുന്ന ഡിവൈസ് അല്ലേ. അത് ഈ ഏലിയൻ അടുത്ത് വന്നതും അടിച്ചുപോയി. അയാൾ ബോധം കെട്ട് വീഴാണ്. പിന്നീട് യൂലിയുടെ അച്ഛനും വേറെ കുറച്ച് മേലധികാരികളും കൂടെ ഒത്തുചേരുന്നുണ്ട്. ഇപ്പൊ ഇവർ ആ ഏലിയൻസിനെ ആക്രമിക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാനാണ് ഒത്തുകൂടിയിരിക്കുന്നത്. പക്ഷെ ആ ഏലിയൻസ് അവരെ ആക്രമിച്ചില്ലല്ലോ, ആരും ഉപദ്രവിച്ചില്ല. അത് കൺട്രോൾ തെറ്റിയങ്ങാണ്ട ഭൂമിയിൽ വന്ന് വീണതാണ്. അതുകൊണ്ട് തന്നെ ഏലിയൻസിനെ തൽക്കാലത്തേക്ക് ആക്രമിക്കാനായിട്ട് അവർ പ്ലാൻ ഇടുന്നില്ല, വേണ്ടാന്ന് വെക്കുകയാണ്. ഏലിയൻസിനെ അവർ ആക്രമിക്കത്തില്ല. പിറ്റേ ദിവസം ആകുമ്പോൾ യൂലി കണ്ണ് തുറക്കാണ്. അത് ഹോസ്പിറ്റലിലാണ്. അവൾക്ക് ബോധം വന്നിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. അവൾ എണീറ്റുടനെ പുറത്തോട്ട് ഇറങ്ങിപ്പോവും. അവിടെ തന്നെ ബോയ് ഫ്രണ്ട് അവൾക്ക് വേണ്ടി കാത്തു നിൽപ്പുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ പുറത്തോട്ട് ഇറങ്ങി വരും. പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ യൂലിനെ കാണാനായിട്ട് അവളുടെ അച്ഛൻ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അതും ആർമിയുടെ വണ്ടികളും ഉണ്ട്, ആർമികളും ഉണ്ട്. അതുപോലെ തന്നെ യൂലിയുടെ അച്ഛന് യൂലിന്റെ ബോയ് ഫ്രണ്ടിനെ ഇഷ്ടമല്ല. അവരുടെ രണ്ടുപേരുടെയും പെരുമാറ്റത്തിൽ അത് മനസ്സിലാക്കാം. അങ്ങനെ യൂലിന്റെ അച്ഛൻ വിളിച്ചുകൊണ്ട് പോവാണ്. അച്ഛൻ അവളെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. എന്തിനാണ് നീ വേണ്ടാത്ത സ്ഥലത്ത് പോയത്, നീ അവിടെ പോയത് കൊണ്ടല്ലേ നിനക്ക് അപകടം പറ്റിയത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വഴക്ക് പറഞ്ഞിട്ട് യൂലിനെ വിളിച്ച് അവരുടെ വീട്ടിൽ വരും. അവിടെ തന്നെ യൂലിനെ കാത്തുകൊണ്ട് യൂലിന്റെ മുത്തശ്ശി വന്നിട്ടുണ്ട്. യൂലിനെ നോക്കാനായിട്ട് വന്നതാണ് മുത്തശ്ശി. യൂലിക്ക് അമ്മയില്ല, മരണപ്പെട്ടുപോയി. എന്തായാലും അച്ഛൻ യൂലിനെ കൊണ്ടാക്കിയതിനു ശേഷം പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവാണ്. അയാൾക്ക് സമയമില്ല മോളുടെ കൂടെ പങ്കിടാനായിട്ട്.
തീർക്കാനായിട്ട്, അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് യൂലി ഭയങ്കര പ്രൊട്ടക്ഷൻ ഒക്കെ ഉള്ള ഒരു ബസ്സിൽ കയറിയിട്ടാണ് സ്കൂളിലോട്ട് പോകുന്നത്. സ്കൂളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ബോർഡിൽ തന്നെ എഴുതി ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്, അതായത് യൂലിയുടെ കൂട്ടുകാരി മരണപ്പെട്ടു പോയെന്ന്. ആ പേടകം വന്ന് അടിച്ചിട്ട് മരണപ്പെട്ടു പോയതാണ്. ഇതിനുശേഷം ഇതൊക്കെ കണ്ടിട്ട് യൂലി ക്ലാസ്സിൽ പോവാണ്. ക്ലാസ്സിൽ പോയി ഇരിക്കുമ്പോൾ ആ സാറ് ഏലിയൻസിനെ പറ്റി ക്ലാസ് എടുത്തു കൊടുക്കുകയാണ്. ഏലിയൻസ് നല്ലവരായിട്ടുള്ള ആൾക്കാരാണ്, നമുക്ക് ഒരുപാട് ടെക്നോളജീസ് ഒക്കെ കിട്ടുമെന്ന്. എന്നാൽ ഇതൊക്കെ കേൾക്കുന്ന കുട്ടികൾക്ക് ദേഷ്യമാണ് വരുന്നത്. അവർക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാർ ഈ ഏലിയൻസ് കാരണം മരണപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ ഏലിയൻസിനെ പറ്റി ഈ സാറ് പൊക്കി പറഞ്ഞ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ? അതുകൊണ്ട് തന്നെ പിള്ളേരെല്ലാരും കൂടെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പുറത്തു പോവാണ്. സാറ് പറയുന്നത് കേൾക്കാനായിട്ട് അവർക്ക് താല്പര്യമില്ല. ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി യൂലി നേരെ ചെല്ലുന്നത് വീട്ടിലാണ്. വീട്ടിൽ നിന്ന് അവൾ ഒരു തോക്ക് എടുക്കുന്നുണ്ട്, അതും അച്ഛന്റെ തോക്കാണ്. ഈ തോക്ക് എടുത്തിട്ട് അവൾ നേരെ പോയി കാണുന്നത് ബോയ് ഫ്രണ്ടിനെയാണ്. ബോയ് ഫ്രണ്ടും കുറച്ച് ടീംസും ഉണ്ട്. ഈ ബോയ് ഫ്രണ്ടും ടീംസും ആണെങ്കിൽ ഈ ഏലിയൻസിനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയിൽ ഈ യൂലി കയറി സംസാരിക്കും. എന്നാൽ ബോയ് ഫ്രണ്ടിന്റെ ഒരു കൂട്ടുകാരനെ അത് ഇഷ്ടപ്പെടത്തില്ല. കൂട്ടുകാരെ യൂലിന്റെ അടുത്ത് വഴക്ക് കൂടാനായിട്ട് വരുമ്പോൾ അതിന്റെ ഇടയിൽ ബോയ് ഫ്രണ്ട് കൂടെ ഇടപെടും. ബോയ് ഫ്രണ്ടും ആ കൂട്ടുകാരനും തമ്മിൽ വഴക്കാവും. എന്തായാലും വഴക്കൊക്കെ രണ്ട് കൂട്ടരും സോൾവ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം യൂലി അവളുടെ ഇരിക്കുന്ന തോക്കെടുത്ത് കാണിക്കുകയാണ്. ഇപ്പൊ അവള് തോക്കെടുത്ത് കൊടുത്തത് എന്തിനാന്ന് മനസ്സിലായോ? ആ ഏലിയൻസ് ഉള്ള സ്ഥലത്തോട്ട് അവൾക്ക് പോകണം. അതിന് കൂടെ ബോയ് ഫ്രണ്ടും കൂട്ടരും ചെല്ലണം. ഇനി ആ ഏലിയൻസ് വല്ലതും ആക്രമിക്കാനായിട്ട് നോക്കുകയാണെങ്കിൽ അതിനെ ഷൂട്ട് ചെയ്ത് കൊല്ലാനായിട്ടാണ് ഈ തോക്കെടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. അതുമല്ല, യൂലിക്ക് നല്ല ദേഷ്യം ഉണ്ടായി ഏലിയൻസിനോട്. ഏലിയൻസ് കാരണമാണ് കൂട്ടുകാരി മരണപ്പെട്ടു പോയത്. എന്തായാലും എല്ലാരും കൂടെ കുറച്ചധികം സാധനങ്ങളൊക്കെ എടുത്തിട്ട് ആർക്കും അറിയാത്തൊരു വഴിയിലൂടെ മുമ്പോട്ട് അങ്ങനെ പോവാണ്. നേരത്തെ ആ ഒരു പേടകം വന്ന് മറിഞ്ഞില്ലേ, ആ ഒരു സ്ഥലത്തോട്ട് ഇപ്പൊ ആൾക്കാർക്ക് കയറി ചെല്ലാനായിട്ട് സാധിക്കത്തില്ല. കുറെ അധികം പട്ടാളക്കാർ കാവൽ നിൽക്കുന്നുണ്ട്. ഇപ്പൊ യൂലിനെ ആണെങ്കിൽ ബോയ് ഫ്രണ്ട് അവിടെ കിടന്നൊരു കാറിൽ കയറ്റി ഇരുത്തുന്നുണ്ട്. കാരണം അങ്ങോട്ട് പോകുന്നത് ഒരുപാട് ഡേഞ്ചർ ആണ്. അപ്പൊ അവളെ കൂടെ കൊണ്ടുപോയി അപകടത്തിൽ ചാടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ബോയ് ഫ്രണ്ട് അവളോട് കാറിൽ ഇരിക്കാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നത്. ബോയ് ഫ്രണ്ടും കൂട്ടരും ഉണ്ട്, അവന്റെ കൂട്ടുകാരാണ്. എന്നിട്ട് അവന്മാരെല്ലാരും കൂടെ എന്തേലും ബാക്കിയായിട്ടുള്ള സാധനങ്ങൾ കിട്ടുമെന്ന് അറിയാനായിട്ട് അവിടുത്തെ ഓരോ കടയിലും കയറി തപ്പുന്നുണ്ട്. ഇതേ നേരെ യൂലി ആണെങ്കിൽ കാറിൽ ഇരിക്കുന്നില്ല. പകരം അവള് കാറിൽ നിന്ന് പുറത്തോട്ടിറങ്ങി പോവാണ്. നേരെ ചെല്ലുന്നത് അവളുടെ കൂട്ടുകാരിയുടെ റൂമിലാണ്. കൂട്ടുകാരിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ആ റൂമിൽ ചെല്ലുന്നത്. അവിടെ തന്നെ കൂട്ടുകാരിയും അവളുടെയും ഒരുമിച്ചുള്ള ഫോട്ടോ ഒക്കെ കിടക്കുന്നതായിട്ട് അവൾക്ക് കാണാം. അതൊക്കെ കാണുമ്പോൾ അവൾക്ക് ഒരുപാട് വിഷമം വരികയാണ്. അവൾ അങ്ങനെ ഓരോ കാര്യങ്ങളും നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ആ ഏലിയൻ അങ്ങോട്ട് കയറി വരുന്നത്. ഇതിനെ കണ്ട് പേടിച്ച യൂലി ആണെങ്കിൽ അവളുടെ ഇരിക്കുന്ന തോക്കെടുത്ത് ആ ഒരു ഏലിയന് നേരെ ഷൂട്ട് ചെയ്യും. എന്നാൽ ആ ഏലിയൻ ഒന്നും പറ്റുന്നില്ല. പകരം അവള് പേടിച്ചിട്ട് താഴോട്ട് വീഴാൻ പോവാണ്. പക്ഷെ ആ ഏലിയൻ അവള് വീഴാതിരിക്കാനായിട്ട് അവളെ കയറി പിടിക്കുന്നുണ്ട്. എന്നാൽ അവൾ ഈ ഏലിയനെ കണ്ടിട്ട് നിലവിളിക്കാനായിട്ട് തുടങ്ങും. പക്ഷെ ഈ ഏലിയൻ ആണെങ്കിൽ അതിന്റെ മുഖം യൂലിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിന്റെ മുഖം മനുഷ്യനെ പോലെയാണ്, അത് ആ സ്യൂട്ടിനുള്ളിലാണുള്ളത്. എന്നാൽ ഈ നിലവിളി താഴെ നിൽക്കുന്നവന്മാർ കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവന്മാർ ഓടി മുകളിലോട്ട് കയറി വരികയാണ്. ആ ഏലിയനെ ഇട്ട് അടിക്കാനായിട്ട് തുടങ്ങും. യൂലി അവിടെ തന്നെ നിൽപ്പുണ്ട്. യൂലിനെ ഏലിയൻ സേഫ് ആയിട്ട് തന്നെ രക്ഷിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ മണ്ടന്മാരാണെങ്കിൽ ഓടി വന്ന ആ ഏലിയനെ അടിച്ച് താഴ്ത്തിടുകയാണ്. ഏലിയനും താഴെ ചെന്ന് വീഴാണ്. ഏമാരെല്ലാരും കൂടെ ഏലിയൻ എന്താ പറ്റിയെന്ന് അറിയാനായിട്ട് താഴോട്ട് ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ ആ ഏലിയന്റെ സ്യൂട്ട് മാത്രമേ കാണാനായിട്ട് പറ്റുന്നുള്ളൂ. അതിനകത്ത് ഏലിയൻ ഇല്ല. പക്ഷെ യൂലി ഒരു കാര്യം കാണുന്നുണ്ട്. ആ ഏലിയൻ ഒരു സൈഡിലായിട്ട് അവശതയായിട്ട് കിടക്കുന്നതായിട്ട്. അതല്ല, സ്യൂട്ടിലെല്ലാം രക്തം പറ്റിയിരിപ്പുണ്ട്. മനുഷ്യനെ പോലെ തന്നെയാണ് ഈ ഏലിയൻ, അതിന് രക്തമുണ്ട്. എന്നാൽ യൂലി ബോയ് ഫ്രണ്ടിനും കൂട്ടുകാർക്കും ആ ഏലിയനെ കാണിച്ചു കൊടുക്കുന്നില്ല. എന്തായാലും അവന്മാരെല്ലാരും കൂടെ കിട്ടിയ സാധനം എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. ആ ഏലിയന്റെ സ്യൂട്ടും അതുപോലെ തന്നെ വേറെന്തോ ഏലിയന്റെ ഒരു സാധനമുണ്ട്. എന്നാൽ ആ സ്യൂട്ട് തന്നെ 4 പേര് പിടിച്ചിട്ട് തികയുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റേ സാധനം അവിടെ വെച്ചിട്ട് ആ ഒരു സ്യൂട്ടും എടുത്തിട്ട് പോവാന്ന് പറയും. അതുപോലെ ദൂരം നിന്നായിട്ട് ആർമി വരുന്നുണ്ട്. ഇപ്പൊ അവർ ഈ സ്യൂട്ട് എടുത്തോണ്ട് പോകുന്നത് കണ്ടാൽ ആർമിക്കാര് പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ കയ്യിലിരുന്ന ആ സാധനം കളഞ്ഞിട്ട് ആ സ്യൂട്ടും എടുത്തിട്ട് അവന്മാരെല്ലാരും കൂടെ പെട്ടെന്ന് അവിടെ നിന്ന് ഓടി പോവാണ്. യവന്മാര് പോയത് അങ്ങോട്ട് ആർമിക്കാർ വരുന്നുണ്ട്. യവന്മാർ എടുത്തോണ്ട് വന്ന ആ ഒരു ഏലിയന്റെ സാധനം ആർമിക്കാർ എടുത്തോണ്ട് പോവാണ്. യൂലിയും ബോയ് ഫ്രണ്ടും കൂട്ടുകാരും എല്ലാരും കൂടെ ഒരു വർക്ക്ഷോപ്പിലാണ് വരുന്നത്. അവിടെ വന്നിട്ട് ഈ കിട്ടിയ സ്യൂട്ടാണെങ്കിൽ കെട്ടി തൂക്കുന്നുണ്ട്. അതിനെപ്പറ്റി പഠിക്കാനും അത് വിറ്റ് പൈസയാക്കാൻ പറ്റുമോ എന്നൊക്കെ അറിയാനുമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നാൽ യൂലിയോട് ഇവിടെ നിൽക്കണ്ട, അവളോട് വീട്ടിൽ പോയി ഉറങ്ങാനായിട്ട് പറയും. അതുകൊണ്ട് തന്നെ യൂലി വീട്ടിൽ പോയി കിടക്കാണ്. പക്ഷെ അവൾക്ക് ഉറക്കം കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ ഉറങ്ങാതെ ഇവര് നേരത്തെ ചെന്ന ആ ബിൽഡിങ്ങിൽ ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അവൾ നേരത്തെ കണ്ട ഏലിയൻ അവിടെ വയ്യാതെ അവശതയായിട്ട് കിടക്കുന്നുണ്ട്. അതിന്റെ ദേഹവും മുറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവള് വിടത്തില്ല. അതിനെ സംരക്ഷിക്കാൻ തന്നെ അവള് വിചാരിക്കുകയാണ്. ഒരു പ്ലാസ്റ്റിക് ബാഗ് എടുത്ത് അതിനെ പൊതിയുന്നുണ്ട്. അതിനെ ഒരു ഉന്ത് വണ്ടിയിൽ കയറ്റിയിട്ട് ഉന്തിക്കൊണ്ട് അവളുടെ ജീപ്പിന്റെ അടുത്ത് വരികയാണ്. ആ ഒരു ജീപ്പിൽ ആ ഒരു ഏലിയനെ കയറ്റുന്നുണ്ട്. എന്നിട്ട് അവള് നേരെ സ്കൂളിൽ ചെല്ലും. ഇപ്പൊ സമയം രാവിലെ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്കൂളിൽ കുറച്ചധികം കുട്ടികളും വന്നിട്ടുണ്ട്. അവള് നേരെ പോയി കാണുന്നത് മറ്റേ ആ ഗൂഗിളിനെയാണ്. ക്ലാസ്സിൽ അത്യാവശ്യം ബുദ്ധിയുള്ള ഒരു പയ്യനില്ലേ, അവനെയാണ് പോയി കാണുന്നത്. അവൻ ഈ ഏലിയൻസിനെയൊക്കെ പറ്റി അറിയാനായിട്ട് ഒരുപാട് ഇഷ്ടമാണ്. അവനോട് ചെന്നൊരു കാര്യം പറയും, എനിക്ക് നിന്നെ ഇപ്പൊ ആവശ്യമാണ്, നീ എന്റെ കൂടെ വന്നാൽ നിനക്കൊരു കാര്യം കാണിച്ചു തരാന്ന്. എന്നാൽ അവൻ വിചാരിക്കുന്നത് യൂലിക്ക് അവനെ ഇഷ്ടമാണെന്നാണ്. ഇവന് സന്തോഷപ്പെട്ട് യൂലിയുടെ കൂടെ ചെല്ലുമ്പോൾ ജീപ്പിന്റെ പിൻഭാഗം തുറന്നിട്ട് കാണിച്ചു കൊടുക്കും ആ ഒരു ഏലിയന്. അപ്പോഴാണ് അവന് കാര്യം മനസ്സിലാവുക. പക്ഷെ അവൻ ഇരട്ടി സന്തോഷമാവാണ്. ഒരു ഏലിയനെ നേരിട്ട് കാണാനായിട്ട് പറ്റിയല്ലോ. ഇപ്പൊ അവൾ അവനോട് കാര്യം പറഞ്ഞത് മറ്റൊന്നിനുമല്ല, ഈ ഏലിയനെ പരിപാലിക്കാനായിട്ടാണ്. ഇവന് കുറച്ചധികം കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ അവനോട് മുറിവ് വെച്ച് കെട്ടാനും ഈ ഏലിയന്റെ സർജറി
നിയന്ത്രിക്കും, ഏലിയൻ രക്ഷപ്പെടുവോ എന്നൊക്കെ അറിയാനായിട്ടാണ് ഇവനെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഇപ്പൊ ഈ ഏലിയനെ സംരക്ഷിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇതിനെ പഴയതുപോലെ ആക്കണമെങ്കിൽ ഇവർക്ക് ഹോസ്പിറ്റലിന്റെ ആവശ്യമുണ്ട്. ഈ ഏലിയന്റെ ദേഹത്ത് നിന്ന് ഒരുപാട് ബ്ലഡ് ചോർന്നു പോയിട്ടുണ്ട്. പിന്നെ ബ്ലഡിന്റെ ആവശ്യമുണ്ട്. ഇത് ഏകദേശം മനുഷ്യനെ പോലാണല്ലോ ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ബ്ലഡിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ഹോസ്പിറ്റലിൽ പോകണം. അതുകൊണ്ട് തന്നെ യൂലിയും അതുപോലെ ഈ ഒരു ഗൂഗിളും കൂടെ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ വേഷമൊക്കെ ഇട്ട് ആരും അറിയാതെ ഒരു സർജിക്കൽ റൂമിൽ ചെല്ലുന്നുണ്ട്. അവിടെ ചെന്നിട്ട് ഈ ഒരു ഏലിയനെ പരിപാലിക്കാനായിട്ട് നോക്കുകയാണ്. നമ്മൾ വിചാരിക്കും ഗൂഗിൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന്, പക്ഷെ അവന് ബ്ലഡ് പേടിയാണ്. ഈ ഏലിയന്റെ കയ്യിൽ സിറിഞ്ച് കുത്തിയിട്ട് ബ്ലഡ് ഇഞ്ചെക്ട് ചെയ്യണം. എന്നാൽ അവനെ കൊണ്ട് അത് കഴിയുന്നില്ല. അവൻ ബോധം കെട്ട് താഴെ വീഴും. അതിനുശേഷം യൂലി അവളുടെ ദേഹത്ത് നിന്ന് ബ്ലഡ് എടുത്തിട്ട് ആ ഒരു ഏലിയനെ കൊടുക്കുകയാണ്. അവളൊരു ബെഡിലും ഏലിയൻ തൊട്ടപ്പുറത്തായിട്ടുള്ള ഒരു ബെഡിലുമാണ് കിടക്കുന്നത്. കുറെ നേരം കഴിയുമ്പോൾ ആ ഏലിയന്റെ ദേഹത്ത് ബ്ലഡൊക്കെ കയറാണ്. ഏലിയന് ബോധം വരുന്നുണ്ട്. ഏലിയൻ കണ്ണ് തുറന്ന് തൊട്ട് സൈഡിൽ കിടക്കുന്ന യൂലിനെ നോക്കുകയാണ്. യൂലിയൻ തിരിച്ച് അതുപോലെ തന്നെ നോക്കും. ഈ ഏലിയൻ ഉപദ്രവകാരിയൊന്നും അല്ല എന്ന് അവൾക്ക് അറിയാം. അതുപോലെ തന്നെ അവളുടെ ജീവൻ രക്ഷിച്ച ഏലിയനല്ലേ, അതുകൊണ്ടാണ് അവള് ആ ഒരു ഏലിയന്റെ ജീവൻ രക്ഷിച്ചത്. ഇവൾ ഈ ഏലിയൻ കണ്ണ് തുറന്നതും അതിനെ ചെന്ന് നോക്കാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ ഈ ഏലിയൻ അവളുടെ കയ്യിൽ പിടിക്കും. അവളുടെ കയ്യിൽ പിടിച്ചതും ഈ ഏലിയന്റെ കയ്യിലുള്ള എന്തോ ഒരു ബ്രേസ്ലെറ്റ് അവളുടെ കയ്യിലോട്ട് ആവുന്നുണ്ട്. അവൾക്ക് മനസ്സിലാവുന്നില്ല എന്താണിതെന്ന്. എന്നാൽ ഈ ഏലിയന് ബോധവും ഇല്ല. അവളുടെ കയ്യിൽ പിടിച്ച ഉടനെ ആ ഏലിയന്റെ ബോധം നഷ്ടപ്പെട്ടു പോയി. ഇതിനുശേഷം യൂലിയും അതുപോലെ തന്നെ ഗൂഗിളും കൂടെ ഈ ഏലിയനെ എടുത്തൊരു റൂമിൽ വരുന്നുണ്ട്. ഹോസ്പിറ്റലിലല്ല, ആരും അറിയാതെ ഈ ഏലിയനെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു റൂം, ഏതോ ഒരു വീട്ടിലെ റൂം. എന്തായാലും ഗൂഗിൾ യൂലിയോട് പറയും, നീ ഇത്രയധികം കഷ്ടപ്പെട്ടതല്ലേ, അതുകൊണ്ട് തന്നെ വീട്ടിൽ പോയി ഫ്രഷ് ആയിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങിക്കോളാം. എന്തായാലും ഗൂഗിളിനോട് ഒരു നന്ദിയും പറഞ്ഞിട്ട് അവൾ നേരെ വീട്ടിൽ പോയി കുളിക്കാനായിട്ട് കയറും. എന്നാൽ കുളിക്കുന്ന നേരത്ത് ആ ഒരു ബ്രേസ്ലെറ്റിന് ചുറ്റും വെള്ളം അങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഷവറിൽ നിന്ന് വരുന്ന വെള്ളം ഈ ഒരു ബ്രേസ്ലെറ്റ് അട്രാക്ട് ചെയ്യുന്നത് പോലെ ആ ബ്രേസ്ലെറ്റിന് ചുറ്റും അങ്ങനെ സഞ്ചരിക്കുകയാണ്. യൂലി ആദ്യം ഇത് കണ്ട് പേടിക്കുമെങ്കിലും പിന്നീട് അവൾ അതൊരു ഫണ്ണായിട്ട് എടുത്തിട്ട് അതിനെ വെച്ച് കളിക്കാനായിട്ട് തുടങ്ങും. ഇതേ നേരം ആ പട്ടാള ക്യാമ്പാണ് കാണിക്കുന്നത്. ഇവർ എടുത്തോണ്ട് വന്ന ആ ഒരു സംഭവം ഇല്ലേ, എന്തോ ഒരു ഡിവൈസ്, ഏലിയന്റെ ഡിവൈസ് ആണ്. അത് അവർ പരീക്ഷണത്തിനായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. കൂടെ തന്നെ യൂലിയുടെ അച്ഛനും ഉണ്ട്. ഈ യൂലിയുടെ അച്ഛനാണെങ്കിൽ വെള്ളം കുടിക്കാനായിട്ട് ഒരു സ്ഥലത്ത് ചെന്ന് നിൽക്കും. എന്നാൽ ആ സ്റ്റോർ ചെയ്തേക്കുന്ന വെള്ളമാണെങ്കിൽ ഇവർ കൊണ്ടുവച്ച സാധനത്തിന്റെ അങ്ങോട്ട് പോകാനായിട്ട് അങ്ങനെ ടെൻഡൻസി കാണിക്കുകയാണ്. മറ്റൊന്നുമല്ല, ആ ഒരു സാധനം വെള്ളത്തിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതാണ് സംഭവം. ഇതേ നേരം തന്നെ ഒരാളാണെങ്കിൽ ഒരു നദിക്കരയിൽ മീൻ പിടിക്കാനായിട്ട് വരുന്നുണ്ട്. എന്നാൽ അവിടെ വന്ന് നോക്കുമ്പോൾ നദിയിൽ വെള്ളമില്ല. ആ വെള്ളമെല്ലാം ആ ഒരു വലിയ പേടകം വലിച്ചെടുത്തു. ഈ ഏലിയൻസിന് വെള്ളം അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. വെള്ളം അവർ ഒരുപാട് വലിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ആ നദി വറ്റിപ്പോയത്. വീണ്ടും യൂലിനെ കാണിക്കുകയാണെങ്കിൽ യൂലി ഏലിയനെ കാണാനായിട്ട് കുളിച്ചൊരുങ്ങി തിരിച്ചു വന്നിട്ടുണ്ട്. അവിടെ വരുമ്പോൾ ഏലിയന് ബോധം വന്നിട്ടുണ്ട്. യൂലി തോക്കെടുത്ത് ഏലിയനെ കാണിക്കുകയാണ്. പക്ഷെ ഏലിയൻ പേടിക്കുന്നൊന്നുമില്ല. ഇപ്പൊ യൂലിയുടെ ഏറ്റവും വലിയ ആഗ്രഹം മറ്റൊന്നുമല്ല, ഈ ഏലിയനെ ഭൂമിയിൽ നിന്നെ അടിച്ച് പുറത്താക്കുക. നേരത്തെ കൊല്ലണമെന്നായിരുന്നു, എന്നാൽ ഇതൊരു പാവ ഏലിയൻ ആയതുകൊണ്ട് തന്നെ ഇതിനെ അടിച്ചിറക്കണമെന്നാണ് അവളുടെ ആഗ്രഹം. എന്തിനാന്നല്ലേ, കൂട്ടുകാരിയെ കൊന്നത് കൊണ്ട് തന്നെ. അറിയാതെ കൊന്നതാണ്, എന്നാലും ദേഷ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഏലിയന് ഡ്രസ്സ് ഇടാനായിട്ട് കൊടുക്കും. ഇത് മുഴുവനെയാണ് വന്നേക്കുന്നത്. എന്തായാലും അവിടെ കിടക്കുന്ന കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇത് പുറത്തോട്ടിറങ്ങി നടന്നു പോകും. അതിന്റെ പേടകത്തിൽ കയറി പോകാനായിട്ടാണ്. എന്തായാലും അത് പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ യൂലിയും അതുപോലെ ഗൂഗിളും പുറത്തോട്ടിറങ്ങി വരുന്നത്. ഈ നേരം കൊണ്ട് ഈ ഏലിയൻ ആണെങ്കിലും നടന്ന് പുറത്തോട് അങ്ങനെ പോവാണ്. ആ നേരം അങ്ങോട്ട് കുറച്ച് പോലീസുകാർ വരുന്നുണ്ട്. ഇയാളുടെ ഈ നടത്തം കണ്ടിട്ട് പോലീസുകാർ ചോദിക്കും എന്താണ് ഇങ്ങനെ നടക്കുന്നതെന്ന്. പക്ഷെ ഇത് ഏലിയൻ അല്ലേ, പോലീസുകാരെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. പോലീസുകാരെ മൈൻഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ പോലീസുകാർ അവനെ പിടിച്ച് അറസ്റ്റ് ചെയ്യാണ്. എന്തോ കള്ളത്തരം അവൻ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട്. എന്നാൽ ഇത് കാണുന്ന യൂലി ആണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അവന്റെ അടുത്തോട്ട് ഓടി ചെല്ലുമ്പോഴേക്കും പോലീസുകാർ അവനെയും കൊണ്ട് പോയി കഴിഞ്ഞു. ഇതേ നേരം ബോയ് ഫ്രണ്ടും കൂട്ടുകാരും കൂടെ ആണെങ്കിൽ ആ സ്യൂട്ട് കട്ട് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്. എന്നാൽ അത് കട്ട് ചെയ്തിട്ട് അത് മുറിയുന്നൊന്നുമില്ല. ചെറിയ സ്ക്രാച്ചുകൾ വീഴുന്നേ ഉള്ളൂ. അതെന്തുമാത്രം വലിയ സ്ക്രാച്ച് ആണെന്ന് അറിയാനായിട്ട് ഒരു തുണി വെള്ളത്തിൽ മുക്കിയിട്ട് ആ ഒരു സ്യൂട്ടിൽ തുടയ്ക്കുന്നുണ്ട്. എന്നാൽ വെള്ളം അതിൽ തട്ടിയതും ആ ഒരു സ്ക്രാച്ച് എല്ലാം മാറിപ്പോവാണ്. വെള്ളം ഉണ്ടെങ്കിൽ ഈ സ്യൂട്ട് എല്ലാം താനേ റിപ്പയർ ആവും. അതുമല്ല, ഈ ബോയ് ഫ്രണ്ടിന്റെ ഒരു കൂട്ടുകാരനാണെങ്കിൽ ആ സ്യൂട്ടിന്റെ അടുത്ത് ചെന്നതും ആ സ്യൂട്ട് വെച്ച് അവന് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. കൂട്ടുകാരൻ കൈ അനക്കുന്നതനുസരിച്ച് ആ സ്യൂട്ടും വർക്കാവുന്നുണ്ട്. എന്നാൽ കുറച്ചുകൂടെ അടുത്തത് ആ സ്യൂട്ട് അവനെ ഉള്ളിലോട്ട് പിടിച്ച് വലിക്കുകയാണ്. ഇത് കാണുന്ന ബോയ് ഫ്രണ്ട് കൂട്ടുകാരും ഈ വലിക്കപ്പെട്ട കൂട്ടുകാരനെ പുറത്തോട്ട് വലിച്ചിടാനായിട്ട് നോക്കും. എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ആ സ്യൂട്ട് വലിച്ചെടുക്കാതെ നോക്കുകയാണ് എല്ലാവരും കൂടെ. അങ്ങനെ ഈ സ്യൂട്ടിൽ നിന്ന് രക്ഷപ്പെട്ട കൂട്ടുകാരനാണെങ്കിൽ പുറത്തോട്ട് ഇറങ്ങി ചെല്ലും. അവൻ ആകെ ടെൻഷൻ, അകത്ത് കയറാൻ തന്നെ പേടി. ഇനി ഈ സ്യൂട്ട് എടുത്ത് വെച്ചിട്ട് അവർക്ക് എന്തെങ്കിലും പറ്റിയാലോ. അതുകൊണ്ട് തന്നെ ഇവരെല്ലാരും കൂടെ തീരുമാനിക്കുകയാണ് ഈ ഒരു കാര്യം പട്ടാളക്കാരോട് പറയാന്ന്. പട്ടാളക്കാരോട് പറയണമെങ്കിൽ യൂലിയുടെ അച്ഛനോട് പറഞ്ഞാൽ പോരെ, അങ്ങനെയാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു ജനറൽ. അപ്പൊ അയാളോട് പറയുകയാണെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ ഇത് ഒതുക്കി തീർക്കാം. ഇവര് പട്ടാളക്കാരുടെ അനുമതി ഇല്ലാതെ കയറി എടുത്തോണ്ട് വന്ന സാധനമല്ലേ. എന്നാൽ ഇത് തിരിച്ച് യൂലിയുടെ അച്ഛന്റെ കൊടുക്കുകയാണെങ്കിൽ വലിയ പ്രശ്നം വരത്തില്ല. അങ്ങനെ ഇത് തിരിച്ചു കൊടുക്കാന്ന് അവർ പ്ലാൻ ഇടുകയാണ്. എന്തായാലും ഈ ഒരു സ്യൂട്ടിന്റെ കാര്യം പറയാനായിട്ട് പട്ടാളക്കാരുള്ള സ്ഥലത്തോട്ട് ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ കുറെ അധികം ജനങ്ങൾ വെള്ളത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇതിന്റെ ഇടയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ആൾക്കാർ കാണുമല്ലോ. അതിലൊരുത്തനാണെങ്കിൽ ഒരു കല്ലെടുത്തി പട്ടാളക്കാർക്ക് നേരെ എറിയും. എന്നാൽ പട്ടാളക്കാരെന്താണ് വിചാരിക്കുന്നത്, ഇത് എറിഞ്ഞത് മറ്റാരുമല്ല, പ്രശ്നം ഉണ്ടാക്കാനായിട്ട് വന്ന നമ്മുടെ ബോയ് ഫ്രണ്ടും അതുപോലെ തന്നെ കൂട്ടുകാരുമാണെന്നാണ്. അതുകൊണ്ട് തന്നെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ ഉള്ള കൂട്ടുകാരെ രണ്ടുപേരെയും ഈ ഒരു പട്ടാളക്കാരടിയും. ആ ഒരു വടി വെച്ചടിയും. എന്നാൽ
എന്നാൽ ബോയ് ഫ്രണ്ട് തൽക്കാലത്തേക്ക് അവിടെ നിന്ന് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു പ്രശ്നം നടക്കുമ്പോൾ ബോയ് ഫ്രണ്ട് ആണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാക്കുന്നവരെ പിടിച്ചു മാറ്റാനായിട്ട് ചെല്ലും. എന്നാൽ പട്ടാളക്കാരെല്ലാരും കൂടെ തെറ്റിദ്ധരിച്ചിട്ട് അവനെ അടിച്ച് ഊപ്പാട് വരുത്തി അവിടെ നിന്ന് എടുത്തോണ്ട് പോവാണ്. അവനെ എടുത്തോണ്ട് പോകുമ്പോഴായിരിക്കും യൂലിയുടെ അച്ഛൻ അങ്ങോട്ട് വരുന്നത്. യൂലിയുടെ അച്ഛൻ വന്നിട്ട് അവനോട് കാര്യം തിരക്കും. പക്ഷെ അവന് പട്ടാളക്കാരോട് ദേഷ്യമാണ്. അവൻ കാര്യം പറയാൻ വന്നിട്ട് അവനെ ഉപദ്രവിച്ചില്ലേ, അതുകൊണ്ട് തന്നെ ഒന്നുമില്ല, നിങ്ങൾ വീട്ടിൽ പോയി ചായ കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് അവൻ ദേഷ്യപ്പെട്ടിട്ട് ഈ ഒരു പട്ടാളക്കാരോട് അവരുടെ വണ്ടി കയറി പോവാണ്. ഇതേ നേരം ആ ഏലിയനെ ആണെങ്കിൽ ഇവർ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. അവിടെ കൊണ്ടുവന്നിട്ട് അവന്റെ ഫിംഗർ പ്രിന്റ് എടുക്കാണ്. പക്ഷെ അവന് ഫിംഗർ പ്രിന്റ് ഇല്ല. അവിടെ ഇരിക്കുന്ന ലേഡിക്ക് മനസ്സിലാവത്തില്ല ഇവൻ എന്തുകൊണ്ടാണ് ഫിംഗർ പ്രിന്റ് ഇല്ലാത്തതെന്ന്. അതേ പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് നമ്മുടെ ബോയ് ഫ്രണ്ടിനെയും പിടിച്ചോണ്ട് വരുന്നത്. ഇതേ നേരം നമ്മുടെ യൂലി ആണെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിൽ കയറി വന്നിട്ടുണ്ട്. അവളുടെ ID കാണിക്കുകയാണ്. അവളുടെ അച്ഛൻ ആരാണെന്ന് ആ പോലീസുകാരനോട് പറയുമ്പോൾ പോലീസുകാരൻ അവളെ സഹായിക്കും. അവളുടെ അച്ഛൻ വലിയൊരു അധികാരിയാണല്ലോ, അതുകൊണ്ട് തന്നെ അവൾക്ക് ഈസി ആയിട്ട് ഏലിയന്റെ അടുത്ത് എത്തിപ്പെടാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ അവിടെ വന്ന് നോക്കുമ്പോൾ ബോയ് ഫ്രണ്ട് അവിടെ നിൽപ്പുണ്ട്. എന്താ സംഭവം എന്നറിയാനായിട്ട് ബോയ് ഫ്രണ്ടിന്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ ആ പോലീസുകാർ സമ്മതിക്കുന്നില്ല. ബോയ് ഫ്രണ്ട് തീവ്രവാദിയാണെന്ന് പറഞ്ഞിട്ട് അവനെ അവിടെ നിന്ന് പിടിച്ചോണ്ട് പോവാണ്. പക്ഷെ യൂലി പിന്നാലെ പോകാനായിട്ട് നോക്കുമെങ്കിലും ഈ പോലീസുകാർ വിടത്തില്ല. എന്തായാലും യൂലി ഏലിയനെയും പുറത്തിറക്കി അവിടെ നിന്ന് നടന്നു പോകുന്നുണ്ട്. ഈ ഏലിയനോട് മനുഷ്യരോട് എങ്ങനെ പെരുമാറാന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ ഏലിയന് കറക്റ്റായിട്ട് ചിരിക്കാനൊന്നും അറിയത്തില്ല. അവനെ കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ ചിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ യൂലിക്ക് ചിരി വരികയാണ്. ഇതിനുശേഷം യൂലി ഏലിയനെയും വിളിച്ചുകൊണ്ട് പട്ടാള ക്യാമ്പിൽ ചെല്ലും. അവളുടെ അച്ഛനെ കാണാനായിട്ടാണ് ചെന്നേക്കുന്നത്. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ പട്ടാളക്കാർ യൂലിനെ അകത്തോട്ട് കയറ്റി വിടുന്നില്ല. അതുകൊണ്ട് തന്നെ യൂലി അത്യാവശ്യമാണ് എന്റെ അച്ഛനോട് പറ ഞാൻ പ്രഗ്നന്റ് ആണെന്ന്. ഇത് അവിടുത്തെ പട്ടാളക്കാരൻ അച്ഛനോട് വിളിച്ചു പറയുമ്പോൾ അവളോട് സംസാരിക്കാന്ന് പറയും. അങ്ങനെ യൂലിയും ഏലിയനും കൂടെ അച്ഛനോട് ചെന്ന് സംസാരിക്കുകയാണ്. അവൾക്ക് 2 ലക്ഷ്യമാണുള്ളത്. ഒന്ന്, അച്ഛനോട് പറയണം ബോയ് ഫ്രണ്ടിനെ പുറത്തിറക്കാനായിട്ട്. 2, ഈ ഏലിയന്റെ സാധനം ആ ലാബിൽ നിന്ന് എടുക്കണം. ഇപ്പൊ യൂലി ആണെങ്കിൽ അച്ഛനോട് പറയും ഞാൻ പ്രഗ്നന്റ് ആണ്, അതുകൊണ്ട് തന്നെ എന്റെ ബോയ് ഫ്രണ്ടിനെ പുറത്തിറക്കണമെന്ന്. പക്ഷെ അച്ഛൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അച്ഛന്റെ അടുത്ത് ചെന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ച് അച്ഛൻ അറിയാതെ തന്നെ അച്ഛന്റെ ഐഡന്റി കാർഡ് അടിച്ചു മാറ്റുന്നുണ്ട്. ആ ഒരു ഐഡന്റി കാർഡ് കൊണ്ടുവന്ന് അച്ഛൻ അറിയാതെ ഏലിയന്റെ കൊടുക്കും. ഏലിയൻ ആ ഐഡന്റി കാർഡ് വാങ്ങിച്ച് ആരും അറിയാതെ ഒരു സ്യൂട്ടും എടുത്തിട്ട് അവിടെ നിന്ന് നടന്ന് നേരെ ലാബിൽ ചെല്ലും. ആരും അറിയുന്നില്ല ഇത് ഏലിയൻ ആണെന്നുള്ള കാര്യം. ഏലിയൻ നേരെ ലാബിൽ ചെന്നിട്ട് അവന്റെ ആ ഒരു സാധനത്തിൽ എന്തോ ചെയ്ത് അതിൽ നിന്നൊരു പ്രകാശമുള്ള കല്ലെടുക്കുന്നുണ്ട്. ആ കല്ലെടുത്ത് അവിടെ നിന്ന് പോവാണ്. അവിടെ നിൽക്കുന്ന സയന്റിസ്റ്റിനൊന്നും മനസ്സിലാവുന്നില്ല ഇവിടെ എന്താണ് നടന്നതെന്ന്. അവര് പെട്ടെന്ന് തന്നെ അവിടുത്തെ അലാറം എല്ലാം ഓണാക്കും. എന്നാൽ യൂലിയുടെ അച്ഛന് കാര്യങ്ങളൊന്നും അറിയത്തില്ല. യൂലിയുടെ അച്ഛൻ വിചാരിക്കുന്നത് ഇവിടെ എന്തോ വലിയ പ്രശ്നം നടക്കുന്നുണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ മോൾക്ക് അപകടം പറ്റാതിരിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ യൂലിനെയും ഏലിയനെയും വിളിച്ചൊരു വണ്ടിയിൽ കയറ്റി അവരവിടെ നിന്ന് പറഞ്ഞു വിട്ടാണ്. ഈ ഏലിയൻ സാധനം അടിച്ചു മാറ്റിയ കാര്യം അച്ഛൻ ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇതേ നേരം ബോയ് ഫ്രണ്ട് ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. അവനെ വിളിക്കാനായിട്ട് അവന്റെ കൂട്ടുകാരും വന്നിട്ടുണ്ട്. ഇപ്പൊ അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പോലീസുകാർക്കെതിരെ പണി കൊടുക്കുക എന്നുള്ളതാണ്. ഇതേ നേരം തന്നെ യൂലിനെയും ഏലിയനെയും കൂടെ ആ ഒരു പട്ടാള കരുവീട്ടിൽ കൊണ്ടാക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ വീട്ടിൽ വരികയാണ്. ആദ്യം തന്നെ യൂലിയുടെ റൂമിൽ ചെല്ലും. യൂലിയുടെ വസ്ത്രങ്ങളെല്ലാം അവിടെ വാരിപ്പിരുത്തിട്ടേക്കാണ്. അവൾ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും അടുക്കി ഒതുക്കി വെക്കുകയാണ്. എന്നിട്ട് ഏലിയനോട് അവിടെ ഇരിക്കാനായിട്ട് പറയും. അപ്പോഴായിരിക്കും യൂലിയുടെ പട്ടി അങ്ങോട്ട് ഓടി വരുന്നത്. ഈ ഏലിയന് പട്ടിയെ കാണുമ്പോഴേ മനസ്സിലാവും ആ പട്ടിക്ക് ഒരുപാട് പ്രായമായിട്ടുണ്ട്, അത് ഒരുപാട് കാലമൊന്നും ഇനി ജീവിക്കത്തില്ല എന്ന്. ഈ പട്ടി ഒരുപാട് നാളൊന്നും ഇനി ജീവിക്കത്തില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറഞ്ഞു കൊടുക്കും അവളുടെ അമ്മ അവൾക്ക് ഗിഫ്റ്റ് കൊടുത്ത പട്ടിയാണ്, ഒരുപാട് വർഷമായി, അതുകൊണ്ട് തന്നെ ഇതിന് പ്രായമായിട്ട് അവശതയാണ്. അന്നേരമായിരിക്കും യൂലിയുടെ മുത്തശ്ശി അങ്ങോട്ട് കയറി വരുന്നത്. നിങ്ങൾ രണ്ടുപേരും റൂമിൽ എന്താ എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് കയറി വരുമ്പോൾ യൂലി ആണെങ്കിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശീനെ വിളിച്ച് പുറത്തോട്ട് വരും. എന്നിട്ട് മുത്തശ്ശിയോട് അകത്തോട്ട് കയറി വരണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ തിരിച്ചു വരുമ്പോൾ അവളൊരു കാര്യം കണ്ട് ഞെട്ടാണ്. അതായത് ആ ഏലിയൻ യൂലിയുടെ പട്ടിയുടെ ദേഹത്ത് ആ ഒരു പ്രകാശമുള്ള കല്ലെടുത്ത് വെച്ചിട്ട് അതിനെന്തോ ചെയ്തു. യൂലി പെട്ടെന്ന് തന്നെ ചെന്ന് നോക്കുമ്പോൾ അവളുടെ പട്ടിക്ക് പ്രായം കുറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടിട്ട് അവൾക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. ഈ പട്ടി ഇനി ഒരുപാട് കാലം ജീവിക്കും. അങ്ങനെ യൂലി ഏലിയനോട് നന്ദി പറയും. പിന്നീട് യൂലിയും അതുപോലെ തന്നെ ഏലിയനും കൂടെ അടുക്കളയിൽ പോയി ഭക്ഷണം കഴിക്കുകയാണ്. ഈ ഭക്ഷണം കഴിക്കുന്ന നേരത്ത് യൂലി ചെയ്യുന്നത് പോലെയൊക്കെ ഭക്ഷണ സാധനം എടുത്തിട്ട് ഏലിയനും കഴിക്കാനായിട്ട് തുടങ്ങും. ഏലിയൻ ഈ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമായി. യൂലിനെ അനുകരിക്കുന്നത് കാണുമ്പോൾ യൂലിക്ക് ഏലിയൻ ഒരു പണി കൊടുക്കണമെന്ന് തോന്നും. അതുകൊണ്ട് തന്നെ യൂലി ഏറ്റവും എരിവുള്ള സോസ് ആണെങ്കിൽ കുറെ അധികം വാരി അവളുടെ ഭക്ഷണത്തിലിടും. ഇത് കാണുന്ന ഏലിയൻ ആണെങ്കിൽ അതേപോലെ തന്നെ ചെയ്യും. എന്നിട്ട് പെട്ടെന്ന് എടുത്ത് കഴിയാണ്. ഇത് കഴിക്കുന്ന ഏലിയൻ ആണെങ്കിൽ ഒരുപാട് എരിഞ്ഞിട്ട് അവിടെ ഇരുന്ന് ചുമയ്ക്കാനായിട്ട് തുടങ്ങും. യൂലിക്ക് ഇതൊക്കെ കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. അന്നേരമായിരിക്കും ടിവിയിൽ ഈ ഏലിയന്റെ കാര്യം വരുന്നത്. ഏലിയന്റെ മുഖം എല്ലാം ടിവിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ മുത്തശ്ശിയുടെ അകത്തോട്ട് കയറി വരും. യൂലി പെട്ടെന്ന് തന്നെ ടിവിയുടെ മുമ്പിൽ അങ്ങനെ നിൽക്കുകയാണ്, മുത്തശ്ശി കാണാതിരിക്കാനായിട്ട്. മറ്റൊന്നുമല്ല, ഈ ഏലിയനെ തേടിക്കൊണ്ട് എന്തായാലും അച്ഛൻ വരും. അച്ഛൻ വിവരം അറിഞ്ഞിട്ടുണ്ടാവും. അതേപോലെ തന്നെ അച്ഛൻ വീട്ടിൽ വന്നിട്ടുണ്ട്. വീട്ടിൽ വരുമ്പോൾ വീട്ടിൽ മുത്തശ്ശി മാത്രമേ ഉള്ളൂ. യൂലിയുടെ അച്ഛനാണെങ്കിൽ യൂലിയുടെ റൂമിലെല്ലാം കയറി പരിശോധിക്കും. എന്നാൽ യൂലിനെ ഇതുവരെ കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല, കാരണം യൂലി അവിടെ ഇല്ല. ഇതെന്നൊരു യൂലി എവിടെ പോയെന്ന് നോക്കിയാൽ യൂലിയും ഏലിയനും കൂടെ താഴെട്ടിറങ്ങി വന്നിട്ടുണ്ട്. ഇവർ രണ്ടുപേരും കൂടി ഇതിന് ശേഷം പോകുന്നത് ആ ഒരു ഗൂഗിളിന്റെ വീട്ടിലാണ്. ഏലിയനെ എല്ലാരും കൂടെ തേടുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് തൽക്കാലത്തേക്ക് എല്ലാവരുടെയും കണ്ണിൽ നിന്ന് മാറി നിൽക്കണം. അവിടെ ചെന്നിട്ട് ഇവർ 3 പേരും കൂടെ ആലോചിക്കും എങ്ങോട്ട് മാറി നിൽക്കണമെന്ന്. എന്തായാലും തൽക്കാലത്തേക്ക് ഡ്രസ്സ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് യൂലി ഡ്രസ്സ് മാറുമ്പോഴായിരിക്കും അവിടെ നിന്ന് അവൾക്ക് 2 ടിക്കറ്റ് കിട്ടുന്നത്. അത് 2 കൺസേർട്ടിന്റെ ടിക്കറ്റാണ്. ആ കൺസേർട്ടിൽ പോവാണെങ്കിൽ
തൽക്കാലത്തേക്ക് ഏലിയൻ അവിടെ ഉണ്ടെന്ന് ആൾക്കാർക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. ഈ കൺസേർട്ട് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ക്ലബ്ബിൽ വെച്ചാണ്. ആ ക്ലബ്ബിലോട്ട് യൂലിയും ഏലിയനും കൂടെ ചെല്ലുകയാണ്. എന്നിട്ട് രണ്ടുപേരും കൂടെ ആഘോഷിക്കാനായിട്ട് തുടങ്ങും. എന്നാൽ ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന കാര്യം ആ ഒരു ബോയ് ഫ്രണ്ടിന്റെ കൂട്ടുകാരൻ കാണുന്നുണ്ട്. കൂട്ടുകാരൻ ഉടനടി ഫോൺ എടുത്തിട്ട് ബോയ് ഫ്രണ്ടിനെ വിളിച്ച് കാര്യം പറയുകയാണ്. ഇതേ നേരം ഏലിയൻ ആണെങ്കിൽ യൂലിക്ക് ഒരു കാര്യം കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ പിടിക്കുകയാണ്. കയ്യിൽ പിടിച്ച് കുറച്ചു നേരം അങ്ങനെ നിൽക്കുമ്പോൾ ഇവർ രണ്ടുപേരും പെട്ടെന്ന് തന്നെ ഒരു പ്രത്യേക ലോകത്ത് ചെന്നപ്പെടുകയാണ്. ആ ഏലിയൻ യൂലിക്ക് കാണിച്ചു കൊടുത്തതാണ് ഏലിയൻ ജീവിക്കുന്ന ലോകവും അതുപോലെ തന്നെ ഏലിയന് മരണമില്ല എന്നുള്ള കാര്യം. ഈ ഒരു കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ യൂലിക്ക് ഏലിയനോട് ചെറുതായിട്ട് ഇഷ്ടം തോന്നുന്നുണ്ട്. എന്തായാലും ആ ഒരു കൺസെർട്ടൊക്കെ കഴിഞ്ഞിട്ട് യൂലിയും ഏലിയനും കൂടെ നേരെ സ്പേസ്ഷിപ്പ് ഉള്ള സ്ഥലത്ത് ചെല്ലുന്നുണ്ട്. ഇനി കുറച്ചങ്ങോട്ട് പോയാൽ മതി ഏലിയന് സ്പേസ്ഷിപ്പിൽ ചെല്ലാൻ പറ്റും. ഏലിയനെ പറഞ്ഞു വിടണേ മുമ്പ് യൂലി ആണെങ്കിൽ അവളുടെ ഉള്ള സിഗരറ്റ് എടുത്ത് വലിയും. എന്നാൽ ഏലിയൻ സമ്മതിക്കത്തില്ല. ഈ സിഗരറ്റ് വലിയാണെങ്കിൽ നിന്റെ ലൈഫ് സ്പാൻ കുറയും, അതായത് അവൾ ജീവിച്ചിരിക്കുന്ന കാലം കുറയുമെന്ന് പറയുമ്പോൾ അവൾക്ക് ഏലിയനോട് കൂടുതൽ ഇഷ്ടം തോന്നുകയാണ്. അവൾ പെട്ടെന്ന് തന്നെ ഏലിയനെ കയറി ഉമ്മ വയ്ക്കാനായിട്ട് തുടങ്ങും. ഏലിയൻ കുറച്ച് നേരത്തേക്ക് ഒന്ന് സ്റ്റക്കായി പോവെങ്കിലും അവന് പോകാനായിട്ടുള്ള സമയം, അതുകൊണ്ട് തന്നെ അവനും അവിടെ നിന്ന് നടന്ന് മാറിപ്പോവാണ്. ഏലിയനും ഈ യൂലിയോട് ചെറുതായിട്ട് ഇഷ്ടമുണ്ട്. എന്നാൽ അപ്പോഴായിരിക്കും യൂലിയുടെ ഫോണിലോട്ട് ബോയ് ഫ്രണ്ട് വിളിക്കുന്നത്. ബോയ് ഫ്രണ്ട് വിളിച്ചിട്ട് യൂലിയോട് സംസാരിക്കും. നീയും വേറൊരുത്തനും കൂടെ ക്ലബ്ബിൽ വന്നെന്ന് അറിഞ്ഞല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് അവൻ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് തുടങ്ങും. എന്നാൽ അവൾ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയുമ്പോഴേക്കും ബോയ് ഫ്രണ്ടും കൂട്ടുകാരും കൂടെ അങ്ങോട്ട് വന്നു കഴിഞ്ഞു. യുവമാര് വന്നിട്ട് ആ ഏലിയനെ പൊതിരെ തല്ലാണ്. അതുമല്ല യൂലിനെ പിടിച്ചു വെക്കുന്നുണ്ട്. യൂലി പരമാവധി പറയുന്നുണ്ട് അവനെ ഉപദ്രവിക്കാൻ പാടില്ല എന്ന്. പക്ഷെ അവന്മാര് കേൾക്കാതെ ഏലിയനെ ഒരുപാട് തല്ലും. അതുമല്ല അതിലൊരുത്തനാണെങ്കിൽ ഏലിയന്റെ കയ്യിൽ നിന്ന് ആ ഒരു കല്ല് എടുത്തു മാറ്റുന്നുണ്ട്. അപ്പോഴാണ് ഈ കൂട്ടുകാർക്ക് മനസ്സിലാവുന്നത് ഇത് ഏലിയൻ ആണെന്നുള്ള കാര്യം. ഇതോടെ കാണുമ്പോൾ ഈ ഒരു ബോയ് ഫ്രണ്ടിന് കൂടുതൽ ദേഷ്യം വരികയാണ്. ബോയ് ഫ്രണ്ട് വന്നിട്ട് യൂലിയുടെ മുഖത്ത് നോക്കി ഒറ്റ അടിയാണ്. പക്ഷെ ഇത് കാണുന്ന ഏലിയന് സഹിക്കത്തില്ല. ഇത്രയും നേരം മിണ്ടാതെ അടിയുണ്ടാക്കാതെ നിന്ന് ഏലിയൻ ആണെങ്കിൽ യവന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യും. യവന്മാർക്ക് ഏലിയന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാനായിട്ടും സാധിക്കുന്നില്ല. എന്നാൽ ഈ കൂട്ടുകാരുടെ കൂട്ടത്തിൽ ഒരു വെള്ള മുടിയുള്ള ഒരുത്തനുണ്ട്. അവനാണെങ്കിൽ യൂലിയുടെ ബാഗിൽ നിന്ന് തോക്കെടുത്തിട്ട് ആ ഒരു ഏലിയന് നേരെ ഷൂട്ട് ചെയ്യും. എന്നാൽ കൊള്ളുന്നത് ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഉള്ള ഒരുത്തനാണ്. ഇത് കാണുന്ന ഷൂട്ട് ചെയ്തവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് കരഞ്ഞിട്ട് ഓടി മാറിപ്പോവാണ്. പക്ഷെ ബോയ് ഫ്രണ്ട് ആണെങ്കിൽ ഇത് കണ്ടിട്ട് ആകെ വിഷമിച്ച് അവന്റെ അടുത്ത് ചെല്ലും. എടാ എണീര്, ഒന്നും പറ്റല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു യൂലി ആണെങ്കിൽ ഏലിയനോട് അവനെ സഹായിക്കാനായിട്ട് പറയും. വെടിയേറ്റ് കിടക്കുന്നവനെ സഹായിക്കാനായിട്ട് പറയും. എന്നാൽ ഈ ഏലിയന് ഒന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. കാരണം വെടിയേറ്റവും മരണപ്പെട്ടു പോയി. മരിച്ചവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല. ശരീരത്തിൽ എന്തെങ്കിലും മുറിവൊക്കെ ആണെങ്കിൽ അത് റെഡിയാക്കാനായിട്ടേ സാധിക്കത്തുള്ളൂ. ആ നേരമായിരിക്കും അങ്ങോട്ട് ആർമിക്കാരൊക്കെ വരുന്നത്. അവര് വരുമ്പോൾ ഈ ഒരു ബോയ് ഫ്രണ്ടിന്റെ വേറൊരു കൂട്ടുകാരൻ അവിടെ നിന്ന് പിടിച്ചോണ്ട് പോവാണ്. രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ഓടി മാറിപ്പോവും. എന്നാൽ യൂലിയും ഏലിയനും അവിടെ നിന്ന് മാറിപ്പോകുന്നില്ല. യൂലിനെയും ഏലിയനെയും വന്ന് ഈ ഒരു പട്ടാളക്കാർ പിടിക്കുകയാണ്. എന്തായാലും ബോയ് ഫ്രണ്ടിനെയും കൂട്ടുകാരെയും കാണിക്കുവാണെങ്കിൽ യവന്മാർക്ക് ആകെ വൈരാഗ്യം മൂത്തിട്ടുണ്ട്. ആ ഏലിയനെ എങ്ങനെയെങ്കിലും കൊന്നാ മതി യവന്മാർക്ക്. കാരണം ആ ഏലിയൻ കാരണമാണ് ബോയ് ഫ്രണ്ടിന്റെ കൂട്ടുകാരൻ മരിച്ചു പോയെന്നാണ് അവൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലെല്ലാം ആ ഏലിയനെ കുറിച്ചിടും. ആ ഏലിയൻ എന്റെ ഒരു കൂട്ടുകാരനെ കൊന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതിഷേധിക്കണം, ആ ഏലിയന്റെ സ്പേസ്ഷിപ്പ് എല്ലാം അടിച്ച് തകർക്കണമെന്ന്. ഇത് കേട്ടിട്ട് കുറെ ആൾക്കാരെല്ലാം ക്ലാസ്സിൽ നിന്ന് വരെ പുറത്തിറങ്ങി പോകുന്നുണ്ട്. ക്ലാസ് കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർ വരെ പുറത്തോട്ടിറങ്ങി പോകുന്നുണ്ട്. യവന്മാരെല്ലാരും കൂടെ ഒരു സ്ഥലത്ത് ഒത്തുകൂടും. അവിടുത്തെ നേതാവായിട്ട് വരുന്നത് ബോയ് ഫ്രണ്ട് ആണ്. ബോയ് ഫ്രണ്ട് എല്ലാരെയും എരികയറ്റാണ്. ആ ഏലിയൻസ് നമ്മുടെ ഭൂമി പിടിച്ചടക്കും, അതുകൊണ്ട് തന്നെ ആ ഏലിയൻ സ്പേസ്ഷിപ്പ് അടിച്ച് തകർക്കണം എന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാർ ഒരു കൂട്ടം കൂട്ടി അവിടെ നിന്ന് വിളിച്ചോണ്ട് പോവാണ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇവരെ പഠിപ്പിച്ച ആ സാറും ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഏലിയൻസിനെ പൊക്കി പറയുന്ന ആ സാറ് ഇതൊന്നും വേണ്ട, ആ ഏലിയൻസ് പാവങ്ങളാണ്, അവര് നമുക്ക് ടെക്നോളജിയൊക്കെ തരുമെന്ന് പറയുമ്പോൾ അവരാരും കേൾക്കുന്നില്ല. എന്നാൽ കുറച്ച് ആൾക്കാർ മാത്രം ഈ സാറിനെ കേട്ട് പ്രശ്നത്തിന് പോവാതെ നിൽക്കുന്നവരുണ്ട്. ഈ നേരം യൂലിനെ ഏലിയനെയും കാണിക്കുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും പ്രണയത്തിലായിട്ടുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കിസ് ചെയ്യാണ്. വീണ്ടും ഈ സംഘർഷം ഉണ്ടാക്കാൻ പോയ ആൾക്കാരെ കാണിക്കുകയാണെങ്കിൽ ഇവന്മാര് നേരെ ആ സ്പേസ്ഷിപ്പ് കിടക്കുന്ന സ്ഥലത്ത് ചെല്ലും. എന്നാൽ ഈ സ്പേസ്ഷിപ്പിന് പ്രൊട്ടക്ഷൻ ആയിട്ട് കുറെ അധികം പട്ടാളക്കാര് പുറത്ത് തന്നെ നിപ്പുണ്ട്. പക്ഷെ യവന്മാര് ചെന്ന് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാണ്. ഈ പട്ടാളക്കാർക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അവരെല്ലാരും ഈ ജനങ്ങളെ തടഞ്ഞു വെക്കാനായിട്ട് നോക്കുകയാണ്. ഒരു വലിയ സംഘർഷം തന്നെ നടക്കുന്നുണ്ട്. ഇതേ നേരം ആ ബോയ് ഫ്രണ്ട് ആണെങ്കിൽ ആ ഒരു ഏലിയന്റെ സൂട്ടിനുള്ളിൽ കയറാനായിട്ട് നോക്കുന്നുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അതിനുള്ളിൽ കയറാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതേ നേരം യൂലിനെയും ഏലിയനെയും പട്ടാളക്കാർ പിടിച്ച് യൂലിന്റെ അച്ഛന്റെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അച്ഛനോട് യൂലി സംസാരിക്കാനായിട്ട് തുടങ്ങും. ഈ ഏലിയൻ ഒരു പാവമാണ്, മനുഷ്യരെ ഒന്നും കൊല്ലത്തില്ല, എങ്ങനെയെങ്കിലും ഈ ഏലിയൻ ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞു വിടണമെന്ന് പറയുമ്പോൾ ഈ അച്ഛൻ കേൾക്കില്ല. നിനക്ക് അച്ഛനെക്കാട്ടിയും വലുത് ഈ ഏലിയൻ ആണെന്നൊക്കെ ചോദിച്ചിട്ട് അച്ഛൻ അവളെ കെട്ടിപ്പിടിച്ച് സമാധാനപ്പെടുത്താനായിട്ട് നോക്കും. എന്നാൽ യൂലി കേൾക്കില്ല. യൂലി അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് തോക്കെടുത്തിട്ട് അവളുടെ തലയിൽ വെക്കും. എന്നിട്ട് അവൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറയാണ്. അങ്ങനെ ചെയ്യണ്ടെങ്കിൽ ഒരു വണ്ടിയുടെ ചാവിയും ഇവരെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് സഹായിക്കണമെന്നും പറയും. അതുകൊണ്ട് തന്നെ ഇവർക്കൊരു വണ്ടിയുടെ ചാവി കൊടുക്കുകയാണ്. യൂലി ഏലിയനെയും വിളിച്ചൊരു വണ്ടി എടുത്ത് അവിടെ നിന്ന് പോവാണ്. ഇതേ നേരം തന്നെ നേരത്തെ സംഘർഷം ഉണ്ടാക്കിയ ആൾക്കാരാണെങ്കിൽ അവിടുത്തെ ഗേറ്റൊക്കെ തകർത്ത് ആ ഒരു പേടകത്തിന്റെ നേരെ ഓടി ചെല്ലുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അതിൽ നിന്ന് വേറെ കുറെ ഏലിയൻസ് ഇറങ്ങി ഈ ഒരു മനുഷ്യനെ തടഞ്ഞു വെക്കുകയാണ്. എന്നാൽ ഈ ഏലിയൻസ് മനുഷ്യരെ ഉപദ്രവിക്കുന്നില്ല, പകരം അവരെ തടഞ്ഞു വെക്കാനായിട്ടേ നോക്കുന്നുള്ളൂ. പക്ഷെ മനുഷ്യരാണെങ്കിൽ ഈ ഏലിയൻസിന്റെ നേരെ തീ വലിച്ചെറിയുന്നുണ്ട്, അവരെ കത്തിക്കാൻ നോക്കുന്നുണ്ട്, അടിച്ച് നശിപ്പിക്കാൻ നോക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്. ഇതേ നേരം യൂലി ആണെങ്കിൽ കാർ ഓടിച്ച്
അവിടെ ചെന്നിട്ടുണ്ട്. കൂടെ തന്നെ ഏലിയനും ഉണ്ട്. ആ ഒരു സ്പേസ് ഷിപ്പിന്റെ നേരെ കാർ ഓടിച്ചു പോകുമ്പോൾ ഇവളുടെ പിന്നാലെ തന്നെ സ്യൂട്ട് ഇട്ട ബോയ് ഫ്രണ്ടും ഉണ്ട്. ഏലിയന്റെ സ്യൂട്ട് അവൻ എങ്ങനെ എടുത്തിട്ടിട്ടുണ്ട്. ഈ ഒരു വണ്ടീനെ വന്ന് ആക്രമിക്കുകയാണ്. ആക്രമിച്ച അവസാനം വണ്ടി കുത്തനെ മറിയുന്നുണ്ട്. യൂലിയുടെ ബോധം പോയി. എന്നാൽ ഏലിയന്റെ ബോധം പോയിട്ടില്ല. അവന് നല്ല ദേഷ്യം വരുന്നുണ്ട് യൂലിയനെ ഉപദ്രവിച്ചത് കൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ഏലിയൻ പുറത്തോട്ടിറങ്ങി ആ ഒരു സ്യൂട്ട് ഇട്ട ബോയ് ഫ്രണ്ടുമായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. പക്ഷേ ബോയ് ഫ്രണ്ട് സ്യൂട്ട് ഇട്ടത് കൊണ്ട് തന്നെ ഏലിയനെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. ഏലിയന്റെ ബോയ് ഫ്രണ്ട് പൊതിരേ തല്ലുന്നുണ്ട്. ഏലിയന്റെ ബോധം എല്ലാം നഷ്ടപ്പെട്ടു പോവാണ്. എന്നാൽ ഇതേ നേരമായിരിക്കും യൂലിക്ക് ബോധം വരുന്നത്. യൂലി ഇത് കാണുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ കാർ സ്റ്റാർട്ടാക്കി ആ ഒരു ബോയ് ഫ്രണ്ടിന് നേരെ വണ്ടി ഒടിച്ചു ചെല്ലും. ഇതേ നേരം ബോയ് ഫ്രണ്ട് ആ ഒരു ഏലിയനെ കൊല്ലാനായിട്ട് നിൽക്കുകയാണ്. അവിടെ തന്നെ കുറച്ച് കമ്പിയുണ്ട്. ആ കമ്പിയിൽ ഏലിയനെ കുത്തി കയറ്റി കൊല്ലാനായിട്ട് നോക്കുകയാണ്. പക്ഷെ യൂലി കാർ ഇടിച്ച് ബോയ് ഫ്രണ്ടിനെ ദൂരോട്ട് തെറിപ്പിക്കുകയാണ്. അതുമല്ല, കാർ ആ ഒരു ബോയ് ഫ്രണ്ടിന് നേരെ കൊണ്ടുവച്ച് ഇടിച്ച് അവനൊരു മതിലിൽ ചേർക്കുന്നുണ്ട്. സ്യൂട്ട് ഇട്ടിട്ട് അവന് പുറത്തോട്ട് വരാനായിട്ടൊന്നും സാധിക്കുന്നില്ല. യൂലി എത്രയും പെട്ടെന്ന് തന്നെ വണ്ടിയിൽ നിന്ന് പുറത്തോട്ടിറങ്ങി ഏലിയന്റെ അടുത്തോട്ട് ഓടിച്ചെല്ലാണ്. അവനെ പോയി കെട്ടിപ്പിടിച്ച് അവന് ഉമ്മ കൊടുക്കാനായിട്ട് തുടങ്ങും. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഇഷ്ടമാണ്. ഇതേ നേരം ബോയ് ഫ്രണ്ട് ആണെങ്കിൽ ആ വണ്ടി ഇടിച്ച് കിടക്കുന്നിടത്ത് നിന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കും. ആ സ്യൂട്ടിന്റെ കൈയെല്ലാം അവിടെ കുടുങ്ങിയിട്ടുണ്ട്. പക്ഷെ കൈയൊക്കെ വലിച്ചൂരി കളഞ്ഞിട്ട് അവൻ എവർക്ക് നേരെ വരാനായിട്ട് തുടങ്ങും. എന്നാൽ ആ സ്യൂട്ടിന്റെ കൈ ഊരിപ്പോയത് കൊണ്ട് തന്നെ സ്യൂട്ടിന് കൺട്രോൾ കിട്ടുന്നില്ല. അത് കംപ്ലൈന്റ് ആയിട്ട് അവൻ തെറിച്ച് താഴോട്ട് വീഴാണ്. എന്നാൽ അവൻ താഴെ വീണിട്ട് അവന്റെ വാശി അടങ്ങുന്നില്ല. അവൻ അവിടെ നിന്നൊരു തോക്കെടുത്തിട്ട് യൂലിയുടെയും ഏലിയന്റെയും നേരെ ഷൂട്ട് ചെയ്യും. എന്നാൽ പെട്ടെന്നായിരിക്കും അങ്ങോട്ട് പട്ടാളക്കാർ വന്ന് അവനെ പിടിച്ചു വയ്ക്കുന്നത്. അന്നേരം തന്നെ യൂലിയുടെ അച്ഛനും അങ്ങോട്ട് വന്നിട്ടുണ്ട്. യൂലിയുടെ അച്ഛൻ വന്നവരെ നോക്കുകയാണ്. യൂലിയുടെ അച്ഛൻ ഇത് കാണുമ്പോൾ ഒരുപാട് വിഷമാവും. യൂലിക്കും അതുപോലെ തന്നെ ഏലിയനും വെടിയേറ്റിട്ടുണ്ട്. അതുമാത്രമല്ല, കുറെ അധികം പട്ടാളക്കാർ അങ്ങോട്ട് വന്നിട്ട് ഈ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ജനങ്ങളെ എല്ലാരെയും പിടിച്ചു നിർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റേ സ്യൂട്ട് ഇട്ട ഏലിയൻസ് ഒന്നും ഇവരെ ആക്രമിക്കുന്നില്ല. ഇപ്പൊ യൂലിയുടെ അച്ഛൻ ആകെ വിഷമിച്ച് യൂലിനെ കെട്ടിപ്പിടിച്ച് കരയുന്നത് കണ്ടിട്ട് ഒരു ഏലിയൻ അടുത്തോട്ട് വരികയാണ്. ആ ഏലിയൻ വന്നിട്ട് യൂലിനെയും അതുപോലെ തന്നെ നമ്മുടെ ഏലിയനെയും എടുത്തോണ്ട് പോകും. 2 ഏലിയൻസ് ഉണ്ട്. കൂടെ തന്നെ യൂലിയുടെ അച്ഛനും ഉണ്ട്. മറ്റേ ഏലിയൻസ് നമ്മുടെ ടീംസിനെ എടുത്തോണ്ട് വന്ന് സ്പേസ് ഷിപ്പിലുള്ള ഒരു ചേംബറിൽ കിടത്തുകയാണ്. എന്നിട്ട് അവരെ പരിപാലിക്കാനായിട്ട് തുടങ്ങും. ആ നേരം തന്നെ ആ ഷിപ്പിൽ ഒരു അസിസ്റ്റൻസ് ഉണ്ട്. ഒരു AI വോയിസ് പോലെ. അത് ഈ അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. യൂലിക്കും അതുപോലെ തന്നെ ഈ ഏലിയനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഈ അച്ഛൻ ഒരുപാട് കുറ്റബോധം വരികയാണ്. കുറച്ച് കഴിയുമ്പോൾ യൂലിക്ക് ബോധം വന്നിട്ടുണ്ട്. അവൾ ആ ചേംബറിൽ നിന്ന് എണീറ്റിട്ട് അച്ഛനെ പോലും മൈൻഡ് ചെയ്യാതെ ഏലിയന്റെ അടുത്ത് ചെല്ലും. എന്നാൽ ഏലിയന്റെ ചേംബർ ഓപ്പൺ ആയിട്ടില്ല. അവന് ബോധം വന്നിട്ടില്ല. കട്ട് ചെയ്താൽ ഈ സ്പേസ് ഷിപ്പ് ആണെങ്കിൽ ആകാശത്തോട്ട് പറന്നുയരാനായിട്ട് തുടങ്ങുകയാണ്. അതിൽ നിന്ന് കുറെ അധികം വെള്ളം പുറത്തോട്ട് പോകുന്നുണ്ട്. അതേ നേരം തന്നെ ഈ സ്പേസ് ഷിപ്പിനെ നോക്കിക്കൊണ്ട് നമ്മുടെ യൂലിയും അച്ഛനും പുറത്ത് നിൽപ്പുണ്ട്. യൂലിക്ക് കുഴപ്പമൊന്നുമില്ല. അവള് റിക്കവർ ആയിട്ടുണ്ട്. എന്തായാലും അത് പറന്നുയരുന്ന നേരത്ത് ആ ഒരു ചേംബറിനുള്ളിൽ നമ്മുടെ ഏലിയൻ കണ്ണു തുറക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ട് ഈ ഒരു സിനിമ ഇവിടെ അവസാനിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയൂ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ ബൈ.